എൻ്റെ പേര് ഷെർലിൻ ജോൺ. ഞാൻ ബ്രിസ്ബെയിനിൽ നിന്നാണ്. ഇന്ന് എനിക്ക് തന്ന ഈ നോയമ്പുകാലത്ത് ധ്യാനിക്കാൻ തന്ന ടോപ്പിക്കാണ് ജീസസ് ഹീൽസ്, അവൻ അവരെ സുഖപ്പെടുത്തുന്നു. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 24 തൊട്ട് 34 വരെ വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് ആ വാക്യങ്ങളോട് നമുക്ക് കാണാം, രക്തസ്രാവ സ്ത്രീയെ കുറിച്ച് പറയുന്നുണ്ട്. 12 വർഷമായിട്ട് ബ്ലീഡിംഗ് മൂലം സഫർ ചെയ്യുന്ന ഈ മകള് ഒരുപാട് ട്രീറ്റ്മെന്റുകൾ പല ഡോക്ടർമാരെ കാണുകയും ഒരുപാട് പൈസ മുടക്കുകയും ഒക്കെ ചെയ്തിട്ടും ഒരു ഹീലിംഗ് കിട്ടാതെ വിഷമിക്കുന്ന ഒരവസ്ഥയിൽ കടന്നു പോകുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈശോ അവിടെ വരുമെന്ന് ആ മകൾ അറിഞ്ഞത്. ആ മകൾ തീരുമാനമെടുത്തു, ഈശോയുടെ വസ്ത്രത്തിൽ നിന്ന് തൊട്ടാൽ മതി എനിക്ക് സൗഖ്യമുണ്ടാകുമെന്ന്. ആ മകൾ ആഗ്രഹിച്ച പോലെ തന്നെ ജനക്കൂട്ടത്തിനിടയിൽ പോയി ഈശോയുടെ വസ്ത്രത്തിൽ ആ മകൾ തൊട്ടു. ഈശോ തിരിഞ്ഞ് ചോദിക്കുന്നുണ്ട്, ആ ജനക്കൂട്ടത്തിനിടയിൽ ചോദിക്കുന്നുണ്ട്, ആരാണ് എന്റെ വസ്ത്രത്തിൽ പിടിച്ചത്, ആർക്കാണ് സൗഖ്യം കിട്ടിയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ആ മകള് ഈശോയുടെ കാൽക്കൽ വീണിട്ട് പറയുന്നുണ്ട്, ഈശോയെ എനിക്കാണ് സൗഖ്യം കിട്ടിയെന്ന് പറയുന്നുണ്ട്. ഈ വീഡിയോ കാണുന്ന അല്ലെങ്കിൽ കേൾക്കുന്ന നിങ്ങൾ ആർക്കെങ്കിലും നിങ്ങൾ ഇതേ അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ടോ? ഒരുപക്ഷെ ഒരു ഫിസിക്കൽ ഹീലിംഗിന് വേണ്ടി അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ ഹീലിംഗിന് വേണ്ടി, ഒരു മെന്റൽ ഹെൽത്ത് ഹീലിംഗിന് വേണ്ടി നിങ്ങൾ വർഷങ്ങളായിട്ട് നിങ്ങൾ കാത്തിരിക്കുന്നവരായിരിക്കും അല്ലെ? നമ്മൾ എത്ര ഭാഗ്യവാന്മാരല്ലേ? നമുക്ക് ഈശോനെ ഒന്ന് തൊടാനോ ഈശോനെ ഒന്ന് സ്പർശിക്കാനോ നമുക്ക് വിശുദ്ധ കുർബാനയിലൂടെ നമ്മൾ സാധിക്കും. അതുപോലെ യുക്രിസ്റ്റ് അഡോറേഷനിലൂടെ നമുക്ക് മണിക്കൂറോളം ഈശോയോട് നമുക്ക് സംസാരിക്കാൻ സാധിക്കും. പക്ഷെ എന്തുകൊണ്ടാണ് നമുക്കൊരു ഹീലിംഗ് ഉണ്ടാകാത്തത്? നിങ്ങൾ പല ധ്യാനങ്ങളും പങ്കെടുത്തിട്ടുണ്ടാവാം, പല സ്പിരിച്വൽ ഹീലിംഗ് സെഷൻസിൽ പങ്കെടുത്തിട്ടുണ്ടാവാം. പക്ഷെ എന്നിട്ടും ഒരു ഹീലിംഗ് കിട്ടാതെ നിങ്ങൾ വിഷമിക്കുക അല്ലെ? എങ്കിൽ നമുക്ക് വചനത്തിന്റെ 34-ാമത്തെ വാക്യത്തിലൂടെ നമുക്ക് വായിക്കാം. അവൻ അവളോട് പറഞ്ഞു, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. നമുക്കറിയാം, അവിടെ ഒരുപാട് പേര് ആ ജനക്കൂട്ടത്തിലുണ്ടായിരുന്നു. അവിടെ ഒരുപാട് പേര് ഹീലിംഗിന് വേണ്ടി അവർ നോക്കിയിരിക്കുമായിരുന്നു. അവർ ഈശോയുടെ വസ്ത്രം തൊട്ടിട്ടുണ്ട്, പക്ഷെ അവർക്ക് ആർക്കും ഹീലിംഗ് കിട്ടിയില്ല. പക്ഷെ ഈ മകൾക്ക് മാത്രം ഹീലിംഗ് കിട്ടി. അതിനൊറ്റൊരു ഉത്തരം മാത്രമേ ഉള്ളൂ, അവൾ വിശ്വസിച്ചു. നമുക്ക് ഈ ലെന്റ് സീസണിൽ ഒരു തീരുമാനമെടുക്കാം. നമുക്ക് പറ്റാവുന്ന ദിവസങ്ങളെല്ലാം വിശുദ്ധ ബലിയിൽ പങ്കെടുക്കാം. വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുമ്പോൾ വളരെ വിശുദ്ധിയോടെയും വിശ്വാസത്തോടെയും നമുക്ക് പങ്കുചേരാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ബ്ലെസ്ഡ് ലെന്റ് സീസൺ ആശംസിക്കുന്നു. താങ്ക് യു ആൻഡ് ഗോഡ് ബ്ലെസ്.